ആകെ മൊത്തം പ്രശ്നമാണ് ഗൈസ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര പ്രശ്നം. കംപ്ലൈനിങ് സ്റ്റാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കംപ്ലൈനിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഈ ഇരിക്കുന്ന മുതലിനെ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് തന്നെ പറയേണ്ടി വരും. രോഹിത്, ഗ്രീൻ ഹൗസ് രോഹിത്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷയം വീട്ടിലാണ്. വീട്ടിലത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയാണ് രോഹിത്തിൻ്റെ വിഷയമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോയിൽ സാഡ് BGM കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിലിട്ട വീഡിയോയിൽ BGM ഇല്ല. ഷോർട്സിനകത്ത് BGM ഇല്ല, കാരണം BGM ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ ക്ലെയിം വരും. ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്താണെങ്കിലും BGM ഒക്കെ ഇട്ട് സെറ്റാക്കി ആ ഒരു സെൻറ്റിമെൻ്റൽ സാധനത്തിനാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായല്ലോ BGM കയറ്റിയും കയറ്റാതെയും രണ്ട് പ്ലാറ്റ്ഫോമിൽ രണ്ട് രീതിയിൽ വീഡിയോ ഇടുമ്പോൾ എന്താണ് ആളുടെ ആവശ്യം എന്നുള്ളത്. എന്താണെങ്കിലും എന്താണ് പ്രാവശ്യം വീട്ടുകാരെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്, വീട്ടുകാരുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എൻ്റെ അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷേ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പ്രശ്നം ഭയങ്കര സീനാണ്. വീട്ടിനകത്തുനിന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ പൊട്ടിമുളച്ചിട്ടുള്ളത് പ്രാവശ്യം. ഗുണ്ടികൾ എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ ചിലർ എന്ന് ഞാൻ പറയാൻ കാരണം 1-2 പേർ നിന്റെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് നീ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ മകനെ എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം നീ വീഡിയോയിലിരുന്ന് കുറേ അധികം മോട്ടിവേഷനും അമ്മേനെയൊക്കെ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ട് അമ്മ അനുഭവിക്കേണ്ടി വന്ന അച്ഛനിൽ നിന്ന്, മദ്യപാനിയായ അച്ഛനിൽ നിന്ന് അനുഭവിച്ച ആ ഒരു വിഷയങ്ങളൊക്കെ നീയും പറയുന്നുണ്ട്, അമ്മയും പറഞ്ഞിരുന്നു, അതൊക്കെ നാട്ടുകാർ കണ്ടതുമാണ്. അങ്ങനെ നല്ല രീതിയിൽ ആളുകളെ ഉപദേശിച്ച് അല്ലെങ്കിൽ മദ്യപാനം കാരണം ഉണ്ടായ ആ ഒരു ലൈഫിനെ കുറിച്ച് പറഞ്ഞ് ആളുകളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി നീ ചെയ്തിരുന്ന വീഡിയോസൊക്കെ കണ്ട ഈ ഗുണ്ടികൾ നിന്റെ ഒരു വേറെ രൂപം കണ്ടു എന്നാണ് ഈ സൈഡിൽ കൊടുത്ത പല മെസ്സേജസിലും എന്നോട് അവർ കൺവേ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ പ്രശ്നേഷിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഇവർ ആദ്യം ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് മാറി ഇപ്പം ഇവരുടെ അമ്മയും അനിയത്തിയൊക്കെ നിൽക്കുന്ന വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവൻ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ റെൻറ്റിന് വീട് എടുക്കണോ ലീസിന് എടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഒരു 7 ലക്ഷം രൂപ അവരെന്ത് ചെയ്തു കൊടുത്തിട്ട് വീടെടുക്കുന്നു. എന്നിട്ട് ആ വീട് ഒറ്റയ്ക്ക് അങ്ങനെ 7 ലക്ഷം രൂപ എടുക്കുമ്പോൾ അങ്ങനെ ലീസിനാണല്ലോ നമുക്ക് കിട്ടുക. അങ്ങനെ പുള്ളിയുടെ പെങ്ങളുടെ കല്യാണത്തിന് വെച്ച സ്വർണത്തിൽ നിന്ന് 25ഓളം പവനുണ്ട് എന്നാണ് ഈ മെസ്സേജ് വെച്ച വ്യക്തി എന്നോട് പറഞ്ഞത്. അതിൽ നിന്ന് 5 പവൻ മേടിച്ച് കാറ് മേടിച്ചു എന്നും പിന്നെ ഇപ്പോൾ വീണ്ടും 20 പവനിലേക്കുള്ള ഒരു നോട്ടവും ചോദ്യവും തുടങ്ങിയ സമയത്താണ് കാര്യങ്ങൾ അതിരൂക്ഷമായത് എന്നും അതിനുശേഷം വീട്ടിലേക്ക് ചെന്ന് വീട്ടിൽ അതിഭീകരമായ സീനുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുമൊക്കെയാണ് ഈ ഓടിക്കൂടിയ ഗുണ്ടികൾ പറഞ്ഞതും. അങ്ങനെ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഗുണ്ടികളൊക്കെ തരാൻ റെഡിയാണ്. ഇതിപ്പോൾ അവർ എഴുതി അയച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നാട്ടുകാരായ ഗുണ്ടികൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വോയിസ് വേണമെങ്കിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ഇത് ഞാനെന്താ പറയുക സ്റ്റണ്ണായിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയത് എന്താ വെച്ചെങ്കിൽ ഇവൻ്റെ അവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ
ഈവൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഡേറ്റ് ഞാൻ അവിടെ വയ്ക്കാം. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇത് അപ്പം ഇത്ര സീരിയസ് ആണ്. നമ്മൾ റാൻഡമായിട്ട് വന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് നോക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവൻ ഈ വീഡിയോ ഇട്ടത്. എന്നിട്ട് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, കണ്ടോ ഇപ്പം ഞങ്ങൾ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു. ഇവൻ ഇനി അടുത്ത കംപ്ലൈൻ്റ് ആയിട്ട് വരും. ഇവന് വിഷയം ഇനി വീട്ടുകാരായിരിക്കും, ഇടപെട്ട നാട്ടുകാരായിരിക്കും. എന്തിനും മിണ്ടിക്കഴിഞ്ഞാൽ അപ്പം ക്യാമറ ഓണാക്കി വെച്ച് ഇവൻ എന്ത് ചെയ്യും, നാട്ടുകാരെ നേരെ തിരിക്കും. ഇവതിന് മുന്നേ വീട്ടിലുള്ള താമസിച്ചിരുന്ന ഓണേഴ്സിനൊക്കെ ഇവൻ ഈ പരിപാടി കാണിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തന്നു. ഇപ്പോൾ പ്രശ്നേഷിൻ്റെ ഈ വീഡിയോയിലെ സീൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഷയം പറയുന്നത് സ്വന്തം അമ്മേനെയും പെങ്ങളെയും കുറിച്ചാണ്. ഓക്കെ, അതും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോരാളിയാണ് എന്നായിരുന്നു പ്രശ്നേഷ് പല വീഡിയോയിലൂടെ ആളുകളെ അറിയിച്ചത്. അമ്മയുടെ ആ ഒരു ജീവിതം മൊത്തം അമ്മ അനുഭവിച്ച കഥയൊക്കെ പ്രശ്നേഷ് തന്നെയാണ് നാട്ടുകാരോട് ഇൻ്റർവ്യൂ ആയിട്ടും റീൽസ് ആയിട്ടൊക്കെ ഇട്ട് പറഞ്ഞത്. അത് പ്രശ്നേഷ് മറന്നു കടൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും പ്രശ്നേഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം. ഭർത്താവ് ഭയങ്കര കള്ളുകൂടി, അമ്മായിയും വേണമെങ്കിൽ അവര് പറയുന്നത് അവിടെ നടക്കത്തുള്ളൂ. ചെന്ന് ഒരാഴ്ച ആയില്ല, അതിനു മുമ്പ് തന്നെ ചൂട് കഞ്ഞോളം എന്റെ മോന്തൊക്കെ ഒഴിച്ചു. ഒരാഴ്ചയിലുണ്ടെങ്കിൽ 2 ദിവസം ചേട്ടനും അനിയനും കൂടി ഇടി. നമുക്ക് സ്വന്തം ഒരു വീടില്ല, പിന്നെ ചേച്ചിയുടെ വീടാണ്. നമുക്ക് അവിടെയും വലിയ സ്ഥാനമൊന്നുമില്ല. അങ്ങനെ എത്ര അടി കിട്ടിയാലും നമ്മൾ സഹിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങ് കിടക്കും. ഡൈവേഴ്സിനെ എന്തിനെങ്കിലും പോകണമെങ്കിലും നമ്മുടെ ഈ പൈസ വേണം. നമുക്ക് പൈസയൊന്നുമില്ല. ഈ പിള്ളേരെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം. അതാ നമ്മുടെ അവിടെയുള്ള TKM സ്കൂളെന്ന് പറഞ്ഞാൽ അവിടെയാണ് പഠിപ്പിച്ചത്. വലിയ ഒരുപാട് പൈസയൊന്നും വേണ്ട, പിന്നെ ബുക്കും പുസ്തകവും എങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റണം. 10-27 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള പെൺപിള്ളേരാണെങ്കിലും കെട്ടിക്കൊണ്ട് ചെല്ലുന്ന വീട്ടിൽ നമ്മുടെ ഭർത്താവ് നമുക്കൊരു സപ്പോർട്ടോ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് പിള്ളേരെ കുറിച്ച് ആലോചിക്കാവുള്ളൂ. വിദ്യാഭ്യാസം ഉള്ളവരാണ് എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുകയോ വീട്ടുകാരറിഞ്ഞ് എന്തെങ്കിലും തീരുമാനമാക്കുകയോ ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് ആത്മഹത്യ, അങ്ങനെ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാം, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ എത്ര ശ്രമിച്ചാലും നന്നാകാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ ഭർത്താവ് തന്നെയാണെങ്കിലും ഞാൻ ഒരു കുടുംബമല്ല 10 കുടുംബം നോക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ളവരെ ഞാൻ നോക്കിയത് മണ്ടത്തരമായെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെങ്കിലും അങ്ങനെ ചെയ്യാതെ പല ഡൈവേഴ്സും ചെയ്ത് സ്വന്തം മക്കളും കുടുംബവും മാതാപിതാക്കളെയൊക്കെ നോക്കി സന്തോഷമായിട്ട് സുഖമായിട്ടും കഴിയാൻ നോക്കണം. ഡെയിലി അച്ഛനും വലിയച്ഛനും കൂടെ ഇരുന്ന് കള്ളു കുടിക്കുന്നതും കുടിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നതൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരം കാഴ്ചകളായിരുന്നു. അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. ഒരു ദിവസം അലക്കിട്ടുന്ന തുണി എടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈ അച്ഛൻ പണിയായുധം വെച്ച് തല്ലിയൊടിച്ചത് എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടുണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത്. കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുപോകുന്ന കുട്ടികളെ എന്റെ ലൈഫിൽ കടന്നുപോയത് ഇതുപോലെയുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ്. കള്ളുകൂടി എന്നുള്ള പ്രക്രിയയെ അന്ധമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളുകൂടിയന്മാരുടെ മക്കളുടെ കണ്ണീരിനൊന്നും വലിയ വിലയില്ലെന്ന്. പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളുകൂടിയനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നേഷിന്റെ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുണ്ടായ വിഷയങ്ങളും അതിൻ്റെ സീനുകളൊക്കെ. ഇതൊക്കെ തന്നെയാണ് റീൽസിലും ഈ ചങ്ങാതി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ പെങ്ങള് പ്രശ്നമായി, അമ്മ പ്രശ്നമായി, എല്ലാം സീനുകളായി. അതും പെങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും ദ വേഴ്സ്റ്റ് തിങ് എന്ന് പറയാനില്ല. പെങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആണുങ്ങളെ ഫോൺ വിളിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പക്കാ സദാചാര ആങ്ങളുടെ വർത്തമാനമാണ് ഇപ്പോൾ ഇവൻ ഈ പറഞ്ഞുണ്ടാക്കിയത്. ഇവൻ തന്നെയാണ് ഈ പെങ്ങളെയും കൂട്ടിയിട്ട് ഫുൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന പണ്ട്. നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പിൽ വന്ന് വരെ ചിഞ്ചുവിനെ കല്യാണാലോചന വെക്കുന്ന അണ്ണന്മാരും അക്കച്ചിമാരെ കൊണ്ട് എൻ്റെ പൊന്നു മക്കളെ മാറി നിന്നോ, സ്റ്റെപ്പ് ബാക്ക്. പെണ്ണുങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആകാനായിട്ട് നമ്മുടെ സമൂഹം സമ്മതിക്കത്തില്ല, കെട്ടിച്ച് വിടണം. എൻ്റെ അമ്മ ഇതണക്ക് ഒരു പാവപ്പെട്ട വീട്ടിലൊരു സാധാ ഒരു അത്യാവശ്യം സുന്ദരിയായിട്ടുള്ളൊരു പെങ്കൊച്ചായിരുന്നു. പെണ്ണായ കെട്ടിച്ചു വിടണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ ഒരു മുഴുക്കള്ളുകൂടി തന്നെ കെട്ടിച്ചു കൊടുത്ത് കൈ തല്ലി കൊടുത്തു. എൻ്റെ പൊന്നു പെങ്ങളെ, ഈ ഉപദേശിക്കാനൊപ്പം വന്ന് നിൽക്കുന്ന ഈ മുതൽ തന്നെയാണ് ഇപ്പോൾ ഒരുമാതിരി സദാചാര ആങ്ങളയുടെ കേസിൽ പെങ്ങൾക്ക് ഇട്ട് താങ്ങിയത്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ പ്രശ്നം മോൻ്റെ വീഡിയോയിലൊക്കെ ആദ്യം മുതലേ അമ്മയും അനിയത്തിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം മുതലേ ആ വീഡിയോസിലൊക്കെ അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കുറച്ചായിട്ട് അമ്മേനെയും അനിയത്തിനെയും അങ്ങനെ കാണാറില്ല. ഫൈൻ. പിന്നെ കാറിൻ്റെ മുകളിൽ പ്രശ്നമുണ്ട്. കാറ് വാങ്ങിയത് ഇവൻ ഈ ഗോൾഡ് വെച്ചിട്ടാണെന്നൊക്കെയാണ് നാട്ടുകാരുടെ വേർഷൻ. ഓക്കെ, അത് ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല, അവരെങ്ങനെയാണത് പറയുന്നത്. ആൻഡ് ഈ കാറ് വാങ്ങിയതിൻ്റെ റീലൊക്കെ ഇവരുടെ പ്രൊഫൈലിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മയാണ് കാറ് വാങ്ങിയ റീലുണ്ടായിരുന്നത്.
1-2 വർഷത്തെ സമ്പാദ്യമൊക്കെ ഇച്ചുവിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ല വണ്ടി. ഇഞ്ചിന് വണ്ടി ഇഷ്ടപ്പെട്ടാടി? ഇഷ്ടപ്പെട്ടടാ. വല്യമ്മക്ക് പിന്നെ നേരത്തെ ഇഷ്ടപ്പെട്ട്. കേറിയിരുന്നേമ്മ ടാറ്റാ. അടയ്ക്കുവാണേ. റെഡി. ഇപ്പുറത്ത് വാ. വണ്ടി സ്റ്റാർട്ടായി. ഫോണടിച്ചേ. ഇത് ഞെക്കിയാ മതി. ഇങ്ങനെ ഞെക്കിക്കോ. ഇതിൽ ഒന്ന് പൊക്കിക്കേ. ഇത് താത്തയെ പൊക്കെ ചെയ്തേ. വൈപ്പർ അമ്മച്ചിയുടെ കൂടെ കേറി വന്നതാണ് കേട്ടാ. അല്ലിമോളെ. ഏയ് ബുബു. ഹായ്. കറങ്ങാൻ റെഡി ആയിരിക്കുക. നമുക്കൊരു ലോങ് ട്രിപ്പ് ഒക്കെ പോകണ്ടേ? പോണം. പിന്നെ നമ്മുടെ അല്ലിമോളുള്ളതുകൊണ്ടാണ് കേട്ടാ നമ്മള് ഒരു 4 വീലർ മെയിനായിട്ട് നോക്കിയത്. അതുകൊണ്ട് അതൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഫാമിലി ട്രിപ്പ് ഒക്കെ പോകേണ്ട സാഹചര്യങ്ങളിൽ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റൂല. അല്ലിക്ക് ഞങ്ങളോട് കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളില്ലെങ്കിൽ അവളൊന്നും കഴിക്കാതെയൊക്കെ വിഷമിച്ചൊക്കെ ഇരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ ഒരിക്കലും പ്രതീക്ഷിക്കാഞ്ഞൊരു കാര്യം ഇത്. അങ്ങനെ അമ്മ, അനിയത്തി, അല്ലി, ഡോഗ് എല്ലാവരും കൂടി കറങ്ങാനൊക്കെ വേണ്ടി അന്ന് കാറ് മേടിച്ചു. ഇപ്പം കാറിൻ്റെ പേരിൽ സീൻ ഉണ്ടായോ എന്നുള്ളതാണ് സംശയം. നാട്ടുകാരുടെ വേർഷനിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഈ കാറിൽ കറങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്ന അമ്മ ഡോഗിനെ അടക്കം കറക്കാൻ വേണ്ടി കാറ് മേടിച്ച പ്രശ്നേഷ് മോൻ ഇവരെ കറക്കിയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഒന്നുമില്ല. കാരണം നമ്മൾ അങ്ങനെ എല്ലാ വീഡിയോ ആക്കുന്ന പ്രശ്നേഷ് മോൻ ആ വീഡിയോസ് ഒന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ ഇന്ന് വരുതി നോക്കി. ഇതിലെന്താ പറയുക, മെയിനായിട്ടുള്ള വിഷയം റീൽ ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ റീൽ ആൻഡ് റിയാലിറ്റി തന്നെയാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ റീലിൽ വന്നിരുന്നിട്ട് ഒരാൾ അയാളുടെ പാസ്റ്റ് ലൈഫിൽ, അതും പാരൻസിൽ നിന്നുണ്ടായ ഒരു പാരൻറ്റിൽ നിന്നുണ്ടായ എസ്പെഷ്യലി അച്ഛനിൽ നിന്നുണ്ടായ ആ ഒരു മദ്യപാനത്തിനെ തുടർന്നുണ്ടായ ആ ഒരു ട്രോമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് കണക്റ്റ് ആവുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റേജിൽ സൊസൈറ്റിയിൽ പോകുന്ന പലരും ഉണ്ടാവും. അല്ലെങ്കിൽ ആ സ്റ്റേജ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ കൂട്ടക്കാരുടെ ഇടയിലൊക്കെ കാണുന്ന മദ്യപാനിയുടെ ഒരു ഫാമിലി എങ്ങനെയായിരിക്കും, അവരുടെ ലൈഫ് എന്തായിരിക്കും എന്നൊക്കെ അറിയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ ഇവന് അതിഭീകരമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സും ആളുകളുടെ കയ്യിൽ നിന്നുള്ള ഒരു സഹതാപവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം കാര്യങ്ങൾ മാറുകയാണ്. കാരണം അത്രത്തോളം അച്ഛനിൽ നിന്ന് അനുഭവിച്ച, ഒരു ഹസ്ബൻഡിൽ നിന്ന് എല്ലാം അനുഭവിച്ച അമ്മേനെ വരെ വന്നിരുന്നിട്ട് ഇവരെന്താ പറയുന്നത്, തള്ളി പറയണം. അപ്പോൾ ഇവൻ പറഞ്ഞു വെക്കുന്നതിൽ തന്നെ എന്താ ഉള്ളത്, അച്ഛൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അതായത് ഇവനെ വീട്ടിൽ നിന്ന് എങ്ങനെയും പുറത്താക്കുക എന്നുള്ള കാര്യം അമ്മ ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു. അമ്മയും പെങ്ങളും അങ്ങനെ ചെയ്യാണ്ടെങ്കിൽ എനിക്ക് കാരണം കാണൂല മോനെ, വെറുതെ കാണൂല്ലോ, എന്തെങ്കിലും ഒരു കാരണം കാണും. ഇപ്പോൾ പെങ്ങള് ഒരു പണിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പെങ്ങള് സെൽഫായിട്ട് എന്താകുന്നില്ല, എംപവർ ആവുന്നില്ല, അവളോട് ഞാൻ കുറേ പറയും ഇതാണോ ഒരു കാരണം? അതൊന്നും ആയിരിക്കില്ല കാരണം, മനസ്സിലായി? അതൊന്നും ഒരു കാരണം, ഒരു വഴി ഞാൻ കാണുന്നില്ല. എന്താണെങ്കിലും ഈ പറഞ്ഞ ഗുണ്ടികൾ കാര്യങ്ങൾ അറിയുന്ന നാട്ടുകാർ കുറേ പേരുണ്ട്. അവർ നിന്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്ന കമൻറ്റും നീ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളയുന്നു എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. കാരണം ഈ മോട്ടിവേഷൻ്റെ എൻഡിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ സംഭവം ഈ ഒരു കുഞ്ഞു പാക്കറ്റാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിജാം പാക്കൊക്കെ പോലത്തെ സാധനം കിട്ടുമല്ലോ. മേടിച്ചിട്ട് തന്നെ 15 വർഷം കഴിഞ്ഞാൽ. നമ്മളാണെങ്കിൽ ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ 2-3 പേര് അവരുടെ മക്കൾക്കെല്ലാം മേടിച്ച് കൊടുത്ത എക്സ്പീരിയൻസ് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ തന്നെയാണ്. അവർക്കൊന്നും കുഴപ്പമില്ല, ഹെൽത്ത് വൈസ് ഓക്കെ ആണ്, കള്ളുകൂടി മാറുന്നുണ്ട് എന്ന് തെളിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ നമ്മളും ഇത് മേടിച്ചിട്ടൊക്കെ കൊടുത്തത്. ഇതിന് അന്ന് എത്ര രൂപയായിരുന്നു? ഒരു 15 വർഷത്തിന് മുന്നേ 50 രൂപയായിരുന്നു. അമ്മച്ചിയുടെ ഒരുപാട് കഷ്ടപ്പാട് വന്നിട്ടുണ്ട് ഈ ഒരു സിംഗിൾ പാക്കറ്റിനെ പുറത്ത്. കാരണം വീട്ടിലെ കാര്യം നോക്കുന്ന അമ്മച്ചിയായിരുന്നു, ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കുന്ന അമ്മച്ചിയായിരുന്നു. ഒരു സിനിമ കാണുന്ന ഒരു വൈബില് ആൾക്കാർ ഇങ്ങനെ രാത്രിയാകുമ്പോൾ അല്ലെ സന്ധ്യയാകുമ്പോൾ ചുറ്റും കൂടിയിരിക്കും ആ ഏരിയയിൽ, നമ്മുടെ വീട് നോക്കിക്കൊണ്ട്. അവിടെ എന്താണ് ഇന്ന് കലാപരിപാടി, ഇന്ന് രേഖയുടെ കൈതല്ലി ഓടിക്കലാണോ, കാലിയോട്ട് പിടിക്കലാണോ? ആളുകളാണെങ്കിൽ കാണാൻ വേണ്ടി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിക്കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുവാണ് പ്രശ്നം ഉണ്ടാകുന്ന. അതായത് പണ്ട് മദ്യപിച്ച് വന്നിരുന്ന അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ കാണാൻ നാട്ടുകാർ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇവരൊക്കെ ലൈറ്റ് ഓഫ് ആക്കി പേടിച്ചിരിക്കുന്ന സമയത്ത് നാട്ടിൽ ബാക്കിയുള്ളവർ ഇവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ള ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്തിരുന്ന ഒരാൾ അതേ സിറ്റുവേഷനിലേക്ക് അവരുടെ പെങ്ങളെയും അമ്മേനെയും കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നേഷ് ரொம்ப പ്രശ്നമാണത്. പിന്നെന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും ചോദിക്കും നീ എന്തിനാണ് ഇപ്പോൾ അവൻ്റെ നാട്ടുകാർ നിന്നോട് വന്ന് പറഞ്ഞ കാര്യം നീ എന്തിനാ അത് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മളാരും ഇവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പം എന്നോടാണെങ്കിലും ഇവൻ വീഡിയോ ഇടുന്നതിന് മുമ്പേ വന്ന് മെസ്സേജ് അയച്ചാണ് ഒരു വ്യക്തി, ഇങ്ങനെ പ്രശ്നങ്ങൾ ഇവൻ്റെ വീട്ടിലുണ്ട്,
അവിടെ സീനായിരുന്നു, അവിടെ നാട്ടുകാർ ഇതേപോലെ വന്നിട്ടാണ് എല്ലാം പിടിച്ചു മാറ്റലും പരിപാടികളും നടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ തന്നെ അവിടുന്ന് മെസ്സേജ് അയക്കുമ്പോൾ അന്ന് എടുത്തു വെച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യാതിരുന്നുണ്ട്. അറിയോ, ഇതാരെങ്കിലും ഒന്നിലേ അവൻ പറയണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയണം. ഇപ്പം അവനായിട്ട് വന്ന് പറഞ്ഞതാണ് അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾ പറയുമ്പോൾ നാട്ടുകാരായിട്ടുള്ള വ്യക്തികൾക്ക് അവിടെയുള്ള ഈ അമ്മയുടെ അനിയത്തിൻ്റെ ഒരു വേർഷൻ എന്താണെങ്കിലും അറിയിക്കണം എന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കാം അവർ നമ്മളടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ നാട്ടുകാരാണെങ്കിലും ഇവനെ കാണുന്നത് എന്തായിട്ടാണ്, ഇവൻ ഈ പറയുന്ന പാസ്റ്റ് ലൈഫ്, വുമൺ എംപവർമെൻറ്റ്, അമ്മയോടുള്ള സ്നേഹം, പെണ്ണിനോടുള്ള സ്നേഹം, ഇതിങ്ങനെ റീലിൽ കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അവർക്കത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിരിക്കും. എനിക്ക് മെസ്സേജ് ആൾ എങ്ങനെയാണ് തോന്നിയത്, ചേട്ടാ ഇവൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇവൻ്റെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞ് ഇവൻ കയറിയിട്ട് വീഡിയോ അങ്ങനെ പേടിയിട്ടുണ്ടോ നാട്ടുകാർക്ക്? ഇവൻ കയറിയിട്ട് എങ്ങാനും ഉൾട്ടടിച്ച് വീഡിയോ എടുക്കും. കാരണം ചെയ്യാൻ പറ്റുള്ളൂ. ചിലർ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് എന്ത് ചെയ്യും, അവരുടെ തന്നെ ഒരു വെളുപ്പിക്കൽ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനത്തെ സ്കീമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ. എന്തിനാണ് ഇവൻ്റെ ഇതിൽ വന്നിട്ട് നാട്ടു കേസ് ആവണമെന്ന് വിചാരിച്ചിട്ട് ചിലർ ഉണ്ടാകാതെ പോവുകയും ചെയ്യും. എന്താണെങ്കിലും പ്രശ്നേഷ് വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഇനി ഈ വീട് മാറി ബിഗ് ബോസിലെ വീട്ടിൽ പോയി അവസാനിക്കുമോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഉദ്ദേശം എങ്ങനെ എന്താന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ലെറ്റ്സ് സീ പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങൾ മുന്നോട്ട്. പ്രശ്നേഷിൻ്റെ പറയും എന്തായാലും പ്രശ്നേഷ് ഇതിനൊക്കെ ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട്, ഇന്ന് വീഡിയോ ചെയ്തവരുടെയൊക്കെ വീഡിയോയ്ക്ക് റിപ്ലൈ വീഡിയോ ഒക്കെ ആയിട്ട് പ്രശ്നേഷ് വന്നോളും. പ്രശ്നേഷിന് റിയാക്ഷൻ ചാനലൊക്കെ ഉണ്ട് ഇപ്പോൾ, അപ്പോൾ അതിനകത്ത് പ്രശ്നേഷ് വരും. നമുക്ക് നോക്കാം.